ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഹൈവേ ഫ്രണ്ടേജോട് കൂടിയ ഒരു അടിപൊളി ബംഗ്ലാവാണ്. എല്ലാവരും ഈ ബംഗ്ലാവിനൊരു ലൈക്ക് കൊടുത്ത ശേഷം വീഡിയോ കാണുക. ഇതൊരു റിക്വസ്റ്റാണ്, കാരണം നമ്മുടെ വീഡിയോക്ക് ലൈക്ക് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ദയവായി ഒന്ന് സഹകരിക്കുക. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ കാണിപ്പയ്യൂർ വന്ന് വാസ്തു നോക്കി പണി കഴിപ്പിച്ച ഒരു ബംഗ്ലാവാണിത്. പുതുതായി ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുടെ ഒരു കാര്യം, കേരളത്തിലെവിടെയും യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഈ ചാനൽ തീർച്ചയായും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ന്യായമായ വിലയ്ക്ക് വീടുകൾ വിൽക്കുന്നതിനും ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യായവില എന്ന് ഉദ്ദേശിച്ചത് ഓരോ സ്ഥലത്തും ഓരോ ഫ്ലോട്ടിനും പല വിലയായിരിക്കുള്ളൂ. കാരണം ടൗണിലുള്ള വിലയായിരിക്കില്ല 1 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി. അങ്ങനെ വരുമ്പോൾ വാങ്ങുന്നവർക്കും വിൽക്കുന്ന നിങ്ങൾക്കും നഷ്ടം വരാത്ത രീതിയിലുള്ളൊരു വില, അതാണ് ന്യായവില എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ വിൽക്കാൻ താല്പര്യമുള്ളവരും ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. പിന്നെ ഈ വീടിൻ്റെ പാർക്കിങ്ങിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, അതിവിശാലമായ ഏരിയയാണ്. എന്നാലും ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 കാർ പോർച്ച് ഉണ്ട്. 2 സൈഡിലും ഓരോ കാർ പോർച്ച്. 37 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിലാണ് ഈ ബംഗ്ലാവ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ബംഗ്ലാവിൻ്റെ ഈ ബാക്കിലെ ഈ ടൈൽസൊക്കെ ഇങ്ങനെ കിടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷമായിട്ട് ഇവിടെ താമസമൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ബാക്കിൽ ഒരു താമരക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് താഴത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. കരഭൂമി തന്നെ ഉണ്ട, കാരണം ഇവിടെ കണ്ടവും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം വാഴയും തെങ്ങൊക്കെയാണ് നിൽക്കണം. ഇവിടെ തന്നെ ഒരു സ്റ്റോർ റൂമുണ്ട്. ഈ കൃഷിപ്പണിക്കുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു സ്റ്റോർ റൂമുണ്ട്. വീടിൻ്റെ പിന്നിലായിട്ട് 365 ദിവസവും ശുദ്ധജലം ലഭിക്കുന്ന ഒരു കിണറുണ്ട്. ഇനി വീടിൻ്റെ അകത്ത വിശേഷങ്ങളിലോട്ട് പോകാം നമുക്ക്. കണ്ടാ, അതിവിശാലമായൊരു സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ടോട്ട് 4 എൻട്രൻസ് ഉണ്ട്. കാർ പോർച്ചിൽ നിന്ന് 2 കാർ പോർച്ചിൽ നിന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറാനുള്ള എൻട്രൻസ് ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് 2 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ 3 ഡോറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വീടിനുള്ളത് ഏകദേശം 9 റൂമുകളും ഉണ്ട്. അതിൻ്റെ അകത്ത് 2 റൂം നമുക്ക് ഓഫീസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഈ കാണുന്ന റൂമാണ്. ഇതിൻ്റെ മുകളിലും ഇതേ സെയിം റൂം തന്നെ ഉണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ 2 ബിസിനസ്സുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് അങ്ങനെ ഉപയോഗിക്കാം. ഇത് കൂടാതെ 6 ബെഡ്റൂം വേറെ ഉണ്ട്. പിന്നെ ഒരു ലൈബ്രറി റൂമുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും. ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളി ലുക്കൊരു ബംഗ്ലാവാണിത്. ഇതാണ് നിങ്ങളുടെ ലിവിങ് സ്പേസ്. ഇവിടെ നിന്നാണ് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തേക്കണത്. നല്ല അടിപൊളി ലുക്കൊരു വീടാണ്. ഇതിൻ്റെ സീലിങ്ങിൽ ലൈറ്റും കാര്യങ്ങളും ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ ഡൈനിങ് ഏരിയയാണ്. അതിവിശാലമായൊരു ഡൈനിങ് ഏരിയ ഈ വീടിനുണ്ട്. നല്ല സൗകര്യമുള്ള നല്ല വിശാലവുമായ ഒരു ലിവിങ് ഏരിയയാണ് ഈ വീടിനുള്ളത്. താഴത്തെ നിലയിൽ 3 ബെഡ്റൂം ഉണ്ട്. താഴത്തെ നിലയിൽ നിന്ന് തന്നെ നമുക്ക് വെളിയിലോട്ട് പോകാനൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് പോകാൻ വേണ്ടിയാണ് ഈ നേരെ കാണുന്നൊരു ഡോറ് കൊടുത്തേക്കണത്. ഇവിടുന്ന് നമുക്ക് നേരെ നമ്മളുടെ കിച്ചൺ പോയി കാണാം. അത്യാവശ്യം നല്ല വലിപ്പവുമുള്ള, അതായത് നല്ല തടിയിലാണ് എൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തേക്കണത്. നല്ല മോഡേൺ ഒരു കിച്ചനാണ് ഈ വീടിൻ്റെ. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ കിച്ചൻ. ഇതിൻ്റെ ഫ്ലോറൊക്കെ മാർബിളിലാണ് ഫിനിഷ് ചെയ്തേക്കണത്. ഇതിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് തേക്കിലാണ് ഫിനിഷ് ചെയ്തേക്കണത്.
നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടാണ് ഈ കിച്ചൺ ഫിനിഷ് ചെയ്തേക്കണത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നല്ല അടിപൊളി ലുക്കിലാണ് ഇത് ഫിനിഷ് ചെയ്തേക്കണത്. ഇത് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ സെക്കൻഡ് കിച്ചണുണ്ട്. അത്യാവശ്യം നമ്മുടെ വർക്ക് ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ. ഇവിടുന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഡോറും ഉണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് കിച്ചണാണ്. ഇവിടുന്ന് നമുക്ക് നേരെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് നമ്മുടെ വാഷിംഗ് ഏരിയ, ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് സെർവൻറ്റിനും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും പിന്നെ വരുന്ന ഗസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡിലായിട്ട് വേറൊരു കോമൺ ബാത്റൂം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഈ വീടിന് 8ഓളം ബാത്റൂം തന്നെയുണ്ട്. അതിൽ 2 ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂമാണിത്. നല്ല വിശാലമായ ബെഡ്റൂം. ആ ബെഡ്റൂമിന് ഒരു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഡ്രസ്സിങ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയാണ് ഈ റൂമിൻ്റെ. നല്ല അടിപൊളി ഒരു ഡ്രസ്സിങ് ടേബിളും ഡ്രസ്സിങ് ഏരിയ. ഇനി ഇവിടെ നമ്മൾ ബാത്റൂമിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ടബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതിനുള്ളത്. ഈ റൂമിൽ നിന്ന് നേരിട്ട് പുറത്തോട്ട് ഇറങ്ങാനും ഒരു ഡോറുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടില്ല 3 ഡോറ് കണ്ടില്ല. അതിൽ ഒരു റൂമിലോട്ട് കയറാനുള്ളതാണ് ആ ഒരു ഡോറ്. ഇത് താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമുകളുടെ എല്ലാം ഫ്ലോറ് വൈറ്റ് കളർ മാർബിളാണ് ഫിനിഷ് ചെയ്തേക്കണം. നല്ല വലിയ കബോർഡും കാര്യങ്ങളൊക്കെയാണ് എല്ലാ റൂമിനും കൊടുത്തേക്കണം. നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെയും ഒരു ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഏരിയയിൽ. ഇത് ആ റൂമിൻ്റെ ബാത്റൂം. ഇനി ഇവിടുന്ന് നമുക്ക് മുകളിലോട്ട് കയറിച്ചല്ല. മുകളിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഈ വീടിൻ്റെ ഹാൻഡ് റെയിലൊക്കെ കംപ്ലീറ്റ് തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കണം. ഇതിൻ്റെ ഫ്ലോറ് കംപ്ലീറ്റ് റെഡ് കളറ് ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണത്. റൂമുകൾ എല്ലാവരും വൈറ്റ് കളറും മാർബിളും, ലിവിങ് ഏരിയയും ഡൈനിങ് ഹാള് അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് റെഡ് കളർ ഗ്രാനൈറ്റ്. സിറ്റ് ഔട്ട് ബാൽക്കണിയൊക്കെ ഗ്രാനൈറ്റാണ്. ഹാൻഡ് റെയിൽ കംപ്ലീറ്റ് തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കണം. ഇതാണ് നിങ്ങളുടെ നേരെ കാണുന്നത് വിശാലമായൊരു ബാൽക്കണിയാണ്. പിന്നെ ഹാൻഡ് റെയിലൊക്കെ മൊത്തത്തിൽ കാണാൻ തന്നെ നല്ലൊരു ലുക്കാണ്. നല്ല സ്പേസും ഉണ്ട്. 5800 സ്ക്വയർ ഫീറ്റ് വീടാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട്. എന്താ നല്ല വിശാലമായൊരു ബാൽക്കണി. മെയിൻ റോഡിലോട്ടാണ് ഇതിൻ്റെ വ്യൂ കിട്ടുന്നത്. ഇത് കണ്ടോ, നല്ല വലിപ്പത്തിലുള്ളൊരു ബാൽക്കണിയാണിത്. എന്താ നല്ല വലിപ്പത്തിലുള്ള വിശാലമായൊരു ബാൽക്കണി. ഇതിൽ നിന്ന് നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. എന്താ ഇൻ്റർലോക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ ഇൻ്റർലോക്കൊക്കെ ഒന്ന് കഴുകിക്കഴിഞ്ഞായിരുന്നെങ്കിൽ അതും നല്ല കളറ് കിട്ടും. കാരണം ഈ ഒരു വർഷത്തോളം ഇവിടെ താമസിക്കേണ്ടതായിട്ട് അഴുക്ക് പിടിച്ച് പോയതാണ്. ഒരു പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകിക്കഴിഞ്ഞെങ്കിൽ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആകും. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ബെഡ്റൂമുകളൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമുക്ക് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലെ ആദ്യത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും AC ആണ്. ഇതിനും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളിലും ഒരു കബോർഡുണ്ട്, ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, ഒരു ബാത്റൂമുണ്ട്. ബാത്റൂമിൻ്റെ ഡോറെല്ലാനും തടിയിൽ തന്നെയാണ് ചെയ്തേക്കണം. എല്ലാനും
തടിയാണ് ഉപയോഗിച്ചേക്കണം, തേക്ക് തടി ഉപയോഗിച്ചാണ് എല്ലാം ചെയ്തേക്കണം. ഈ ഒരു ബെഡ്റൂമിൻ്റെ അകത്തുനിന്ന് ആ ഒരു ഓഫീസ് സ്പേസിലോട്ട് പോകാനുള്ള ഒരു ഡോറും കൂടിയും കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ. ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ നേരെ ആ ഓഫീസ് സ്പേസിലോട്ട് പോവുക. ഇത് ബാത്റൂം. ഇതിൻ്റെ സൈഡിലായിട്ട് ആ ഒരു ഓഫീസ് റൂമിലോട്ട് കയറാനുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ബാൽക്കണിയിലോട്ട് നമുക്ക് ഇറങ്ങാനും പറ്റും. ഉണ്ട് ആ ഒരു ഡോറിൽ കൂടി പുറത്തോട്ടിറങ്ങിയാൽ ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ പറ്റും. ഇനി ഈ വീടിൻ്റെ രണ്ടാമത്തെ റൂം നമുക്ക് പോയി കാണാം. ഉണ്ട് വീടിൻ്റെ രണ്ടാമത്തെ റൂം താഴത്തെ നിലയിലെ സെയിം തന്നെയാണ്. ഈ റൂമിനും ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. കണ്ടേ, ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാൽക്കണിയിലോട്ട് പോകാൻ പറ്റും. ഈ റൂമിൻ്റെ തൊട്ടടുത്ത റൂമാണ് ഈ വീടിൻ്റെ ലൈബ്രറി. അതും ബാൽക്കണിയിൽ നിന്ന് മാത്രമേ അതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ഈ റൂമിൻ്റെ ബാത്റൂമാണ്. ഇതിലും ഒരു ബാത്ത് ടബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ്. മുകളിലത്തെ നിലയില ഇതിൻ്റെ അടിയിലത്തെ നിലയിലുള്ള ബാത്റൂമിനും ബാത്ത് ടബ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത റൂമിലോട്ട് പോവാം. എല്ലാ റൂമിനും ഒരു ഡ്രസ്സിങ് ഏരിയയും ഡ്രസ്സിങ് ടേബിളും ഡ്രസ്സിങ് കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല വിശാലമായ റൂമാണ്. 5800 സ്ക്വയർ ഫീറ്റിൽ 6 അറ്റാച്ച്ഡ് ബെഡ്റൂം, 2 ഓഫീസ് റൂം, അതുപോലെ ഒരു ലൈബ്രറി റൂം, പിന്നെ ബാക്കിലൊരു ഓപ്പൺ ടെറസ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു വീടാണിത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാക്കിലെ ഓപ്പൺ ടെറസും കൂടി ഒന്ന് പോയി കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈബ്രറി വന്ന് കാണാം. കാരണം ആ ഒരു ഓപ്പൺ ടെറസിൽ നിന്ന് കിട്ടുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെള്ളപ്പൊക്കമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ വെള്ളം കയറുമെന്നുള്ളൊരു പേടിയും വേണ്ട. നല്ല പൊക്ക പ്രദേശമാണ്. അതും ടൗണിൽ തന്നെയാണിത്. തൃപ്പൂണിത്തുറ ടൗണിലാണ് ഈ വീട് സ്ഥിതി ചെയ്യണത്. കണ്ട, ഇത് നമ്മുടെ നേരത്തെ താഴെ കണ്ട കൃഷിസ്ഥലം, ആ സ്റ്റോർ റൂമാണ് നേരെ കാണുന്നത്. കണ്ട, ഈ ഒരു മുറ്റത്ത് വിരിച്ചേക്കണ ഇൻ്റർലോക്കൊക്കെ ഒന്ന് ഒരു പ്രഷർ പമ്പ് ഉപയോഗിച്ചൊന്ന് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാവും. അതുപോലെ തന്നെ ഈ ഓടൊക്കെ ഒന്ന് കഴുകി ഒന്ന് പെയിൻ്റ് അടിച്ച് തരണമെങ്കിൽ നല്ല അടിപൊളി ലുക്ക് ഒരു വീടായി മാറും ഇത്. കാരണം ഇതിനകത്ത് ഒരു വർഷമായിട്ട് താമസമില്ലാണ്ടായിട്ടാണ് ഈ വീട് ഇങ്ങനെ കിടക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്നാലേ. ഇത് നമുക്ക് ഈ വീടിൻ്റെ ലൈബ്രറിയും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ഇതാണ് ഈ വീടിൻ്റെ ലൈബ്രറി. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാനും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ. കണ്ടാ, നല്ല പ്രൗഢഗംഭീരമായ അടിപൊളി ഒരു വീട്. ഇതുപോലുള്ള വീഡിയോകളുമായി അടുത്ത ദിവസം വീണ്ടും വരും വരെ